Okay, record. Okay, so thank you, everyone. Okay, okay. So today what we are going to do is നമ്മൾ കുറച്ച് items ഉണ്ട് ഇതിനകത്ത് റേഡിയോ ബട്ടൺസ് അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടൺസ് അല്ലെങ്കിൽ പോപ്പപ്പ് എൽ ഒ വി സെലക്ട് ലിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഫോമിനകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് ആണ് പഠിക്കുന്നത്. കുറെ നാളായിട്ട് നമ്മൾ റിപ്പോർട്ടും നെക്സ്റ്റ് കളിച്ച് പഠിച്ചു. ഇപ്പൊ കുറച്ച് ലൈൻസ് ഒക്കെ എങ്ങനെ നമുക്ക് എൻട്രി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ I will do one thing. നമ്മളൊരു ഇന്ററാക്റ്റീവ് റിപ്പോർട്ട് തന്നെ എടുക്കാം, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ ഇന്ററാക്റ്റീവ് IR എന്ന് കൊടുക്കുന്നു, എന്നിട്ട് ഇൻക്ലൂഡ് ഫോം കൊടുക്കുന്നു. സോ ഹിയർ ഐ എം ഗോയിങ് ടു ഡു എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, എംപ്ലോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ മോഡൽ വിൻഡോ കൊടുക്കുക, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഡ്രോയർ വേണമെങ്കിൽ ഡ്രോയർ വിൽ ബി ഓൾവേസ് ഓൺ ദ റൈറ്റ് സൈഡ്. ഓക്കെ, ഇവിടെ ഞാൻ ഇതെല്ലാം ചെയ്തു. സോ ഐ എം ഗോയിങ് ടു പിക്ക് അപ്പ് ദ എംപ്ലോയി ടേബിൾ. ഈ എംപ്ലോയി ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഐ വിൽ സെലക്ട് എംപ്ലോയി ടേബിൾ. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ യു ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ ആൻഡ് ദെൻ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ പ്രൈമറി കീ ആൻഡ് ദെൻ ക്രിയേറ്റ് എ പേജ്. സോ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇന്ററാക്റ്റീവ് റിപ്പോർട്ട് വിത്ത് എ ഫോം. ഇതെല്ലാവർക്കും അറിയാവുന്നവരാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യു ക്യാൻ ഓൾസോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ പ്രോസസ് വിൽ ബി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് റൺ ചെയ്ത് നോക്കാം ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. ഓക്കെ, ഞാൻ ഞാനിപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് തന്നെ ഇത് ക്രിയേറ്റ് ആയി, അതുകൊണ്ടാണ് ഈ IR എന്ന് പറഞ്ഞ് ഇവിടെ വന്നേക്കുന്നത്. ഞാൻ പുതിയ ആപ്ലിക്കേഷൻ എടുത്തില്ല, പ്രൊവൈഡിനകത്ത് കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലർക്ക് ക്ലിക്ക് ചെയ്തു. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അക്കൗണ്ടിങ്, IT, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, റിസർച്ച്, സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് അവർ ഒരു ലിസ്റ്റ് ബോക്സ് ആയിട്ട് കൊടുത്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈമറി കീ ആയതുകൊണ്ട് ഇപ്പം അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ബിൽഡപ്പ് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സിംഗിൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഐ ജസ്റ്റ് വോണ്ട് ടു ക്ലോസ് ദിസ് ഫോം. നമുക്കൊരു പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, നേരത്തെ ഡീഫോൾട്ടായിട്ട് വരത്തില്ലായിരുന്നു, നമ്മളത് എഴുതണമായിരുന്നു. ഓക്കെ, നമ്മളിപ്പം എംപ്ലോയി അല്ലെ, ഇപ്പം ആപ്പ് ഫോർ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സോ ന്യൂ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്രിയേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കും. When you create an application, so you know that there is a 3-page will be created. Now I am going to create a page. So നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഫോം, ഓക്കെ, ഒരു ഫോം എന്ന് പറഞ്ഞ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഗ്രിഡ്. ഓക്കെ, ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കാം. ഇന്ററാക്റ്റീവ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. സോ IR I am going to do interactive report, I report. Okay, then I will select the employee, then I will create a page. Okay, include page കൊടുത്തു. Form page and I'm going to do AMP form. എന്നിട്ട് ഞാൻ ഒന്നും സെലക്ട് ചെയ്തില്ല, നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, ലെറ്റ് മീ സി. എംപ്ലോയി നമ്പർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ റൺ ചെയ്യാണ്. ഓക്കെ, I will just put my password. ഓക്കെ, നമ്മളിപ്പോൾ റണ്ണായി. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് നോക്കുമ്പം കണ്ടോ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നതല്ല ടേബിള്, കറക്റ്റ് അല്ലേ? ടേബിളിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നമ്പറാണ്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേജിന്റെ ഐ വിൽ ഗോ ടു ദിസ് പേജ്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ദിസ് പേജ് ആൻഡ് ക്ലിക്കിംഗ് ഓൺ പേജ് 3. നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് നമ്പറിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സെലക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ സെലക്ട് ലിസ്റ്റിന്റെ അടിയിൽ തൊട്ട് താഴെ ഈ ഷെയർ കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനതൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ സാധാ ഒരു ടെക്സ്റ്റ് ബോക്സ് ആക്കുകയാണ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ഐറ്റം നമുക്ക് ആക്കുക, ടെക്സ്റ്റ് ഫീൽഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ എംപ്ലോയി ഫോം, ഓക്കെ, റീജിയൻ, ഫ്ലോട്ടിങ്. ഓക്കെ, let me just see. ഇത് എംപ്ലോയി ഫോം അല്ലേ, അപ്പോൾ കമ്മീഷൻ, എംപ്ലോയി ഫോം നമ്പർ ഫീൽഡ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സേവ് ദിസ്.
ഞാൻ സെലക്ട് ലിസ്റ്റ് മാറ്റിയിട്ട് ഞാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് മാത്രമായിട്ട് ടെക്സ്റ്റ് ഐറ്റം ആക്കി മാറ്റി റൺ ചെയ്തു. ജസ്റ്റ് ഗോയിങ് ഹിയർ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇത് 10 ഇവിടെ വന്നേക്കുന്നത്. പക്ഷെ 10 എന്ന് പറയുന്നത് അവിടെ കാണിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള 10 എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് നെയിം ആണ് അത് ലിസ്റ്റിലായിട്ട് അത് കാണിച്ചേക്കുന്നത്. ബിഫോർ എന്ന് പറഞ്ഞാൽ ഓൾഡ് വേർഷൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരത്തുള്ളൂ, പിന്നെ നമ്മൾ തന്നെ ചെയ്തെടുക്കണം. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് അത് പിന്നെ മാപ്പിംഗ് അതിനകത്തുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് അത് പിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ ടു ദ പേജ് നമ്പർ. ഇപ്പൊ ഈ പേജ് നമ്പറിനകത്ത് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്ന സാധനം ടെക്സ്റ്റ് ഐറ്റം മാറ്റി നമ്മൾ ലിസ്റ്റ് സെലക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ടൈപ്പ് ആക്കി മാറ്റുക. സെലക്ട് ലിസ്റ്റ് എന്ന് അഴിക്കുമ്പോൾ തന്നെ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എററിന്റെ ഒരു ഷോ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഷോ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് പറയും എന്താ എറർ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ താഴോട്ട് വലിക്കാമെങ്കിൽ കറക്റ്റായിട്ട് അത് കളർ ചെയ്ത് അവിടെ കാണും. കണ്ടോ, ഇത് ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ലിസ്റ്റ് എന്താ, നമ്മൾ ഐറ്റം ടൈപ്പ് എന്തോ എടുത്തു മാറ്റി സെലക്ട് ലിസ്റ്റ് എന്നാക്കി. ഇവിടെ നമ്മൾ ലിസ്റ്റ് ഐറ്റത്തിന് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് SQL query എന്ന് പറഞ്ഞൊരു സംഭവം. SQL query എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ. ഇവിടെ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് വെച്ചാൽ സെലക്ട് നെയിം കോമ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ടേബിൾ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തേക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നെയിം എന്ന് പറയുന്നത് നെയിം ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നെയിം എന്ന് പറയുന്നത് ഡിസ്പ്ലേ വാല്യൂ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേ യൂസറിന് കാണുന്നത് ഡിപ്പാർട്ട്മെന്റ് നെയിം ആയിരിക്കും, പക്ഷേ അതിന്റെ ബാക്ക് എൻഡിൽ പോയി ടേബിളിൽ പോയി വീഴുന്നത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ഈ രണ്ടും ക്യാരക്ടറായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യണം. നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കാം. വാലിഡേഷൻ ഈസ് സക്സസ്ഫുൾ. സോ നൗ ഐ എം ജസ്റ്റ് പ്രസിംഗ് ഓക്കെ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റൺ ആക്കുവാണ് ഈ ഫോം. ഓക്കെ, ഫോം റൺ ആക്കുമ്പോൾ പിന്നെയും ആ പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള പ്രോബ്ലം വന്നു. കാരണം ചോദിച്ചാൽ യു ഹാവ് ടു സെലക്ട് ദ ഫസ്റ്റ് പേജ്, അതായത് റിപ്പോർട്ട് പേജ് വേണം റൺ ആക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ഓക്കെ, ഇനിയിപ്പോ നമുക്ക് റൺ ആക്കുന്നു. ദ ഇന്ററാക്റ്റീവ് റിപ്പോർട്ട് ഈസ് ഓൺ ബോർഡ്, സോറി ഡിസ്പ്ലേഡ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാണ്. ഇതാണ് ഡിസ്പ്ലേ വാല്യൂ എന്ന് പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ് അകത്ത് കിടക്കുന്നുണ്ട്. അത് ലേബിൾ ഡിപ്പാർട്ട്മെന്റ് നമ്പർ തന്നെ കാണിക്കുന്നത്, ബിക്കോസ് ടേബിളിനകത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ്, എംപ്ലോയി ടേബിളിനകത്ത്. പക്ഷേ അക്കൗണ്ടിങ് കാണിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് നെയിം ഈസ് എ ഫീൽഡ് നെയിം ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ കോമ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ചിലപ്പം ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ പിന്നെ ഇതിനകത്ത് നമ്മൾ സെലക്ട് ലിസ്റ്റ് നമ്മൾ കൊടുത്തു. സെലക്ട് ലിസ്റ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു പേജ് നമുക്ക് ഡ്രോയർ ഒന്ന് മാറ്റി ഈ പേജിനകത്ത് ഈ പേജിന്റെ ഏറ്റവും മേളിൽ പോവുക. ആ പേജിന്റെ ഏറ്റവും മേളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ ഡയലോഗ് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. റൺ അടിച്ചു, അല്ല ഇത് പേജ് നമ്പർ ആയി റിപ്പോർട്ട് എടുത്തു. എന്നിട്ട് ഞാൻ റൺ ചെയ്യുമ്പോൾ അതൊരു മോഡൽ ഡയലോഗായിട്ട് ഇപ്പോൾ വരും. കണ്ടോ, മോഡൽ ഡയലോഗായിട്ട് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാൻ ഒരു രസമുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് വേറൊരു ടേബിളിലുള്ള ഡേറ്റ നിങ്ങൾക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി നിങ്ങൾക്ക് ആ ടൈപ്പിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് this is like a select list ആണ്. So if you want to go back again to the form and you can come to the department number, ഈ സെലക്ട് ലിസ്റ്റിന് പകരം ഇതിനകത്ത് പോപ്പപ്പ് LOB എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ പോപ്പപ്പ് ഈ സെലക്ട് ലിസ്റ്റിന് പകരം ഞാനൊരു കാര്യം ഞാൻ പോപ്പപ്പ് LOB എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ചേഞ്ച് ചെയ്ത് ടൈപ്പ്. അപ്പൊ നമ്മൾ ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഞാൻ ആ ടൈപ്പ് പോപ്പപ്പ് LOB എന്താണെന്നുള്ളത് ഒന്നുകൂടെ കാണിച്ചു തരാം. പേജ് നമ്പർ 2 എടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ റൺ കമാൻഡിൽ പോയി നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ
സംഭവം കുറച്ച് മാറ്റമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിനൊരു സെർച്ച് ബോക്സ് മേളിൽ ചാടി വന്നു. മറ്റേതാണെങ്കിൽ വിത്തിൻ ദ ഫ്രെയിമിൽ തന്നെ താഴോട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് സെയിൽസ് എന്ന് അടിച്ചു കഴിഞ്ഞ് അടി ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കിട്ടി. ഓക്കെ ആക്കി കഴിഞ്ഞ് അപ്ലൈ എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു എംപ്ലോയി നെയിം ആള് നേരെ പോയി സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. കണ്ടോ, നമ്മളിപ്പോൾ എടുത്ത ആള് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റി. ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം, ഈ മില്ലർ എന്ന് പറഞ്ഞിട്ട് ഈ മില്ലറിനെ നമുക്ക് വേറൊരു കാര്യം, നമുക്കൊരു വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അടിക്കാം. നോക്കിക്കോണേ, മില്ലർ എടുത്തു, അക്കൗണ്ടിങ് എന്നുള്ളത് മാറ്റി, ഞാനിവിടെ ഒന്ന് റിസർച്ച് എന്നാക്കി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ ആ ഒരു മില്ലർ എന്നുള്ള ആ പുള്ളിക്കാരൻ റിസർച്ചിലേക്കായി. കണ്ടോ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പേജിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ഡൺ ഈസ് ദാറ്റ് സെലക്ട് ലിസ്റ്റും പോപ്പപ്പ് LOV എന്ന് പറയും. അപ്പോൾ നമുക്ക് കമ്പോണന്റ് ഇപ്പൊ നമുക്കിപ്പോ സപ്പോസ് നിങ്ങൾക്കിപ്പം എന്നാ ഇപ്പൊ ഈ എംപ്ലോയി ടേബിളിനകത്ത് സപ്പോസ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എംപ്ലോയി ടേബിളിനകത്ത് ഫീമെയിലും മെയിലും എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടെന്ന് വെച്ചോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ്. ഈ എംപ്ലോയി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വിൽ ഗോ ടു ദ ഒബ്ജക്റ്റ് ബ്രൗസറിൽ നമ്മൾ പോകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എന്നിട്ട് നമ്മൾ ഇവിടെ വന്നു ഈ ടേബിളിനകത്ത് ഒരു ഫോം ഒരു എംപ്ലോയി ടേബിളിനകത്ത് പോയി, അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഓക്കെ, ഇതിനകത്ത് പോയിട്ട് ഒരു കോളം നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കോളം ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആഡ് കോളം എന്ന് കൊടുത്തു. ഇവിടെ എംപ്ലോയി ടേബിളിനകത്ത് ഞാൻ കോളം എന്താണെന്ന് ചോദിച്ചാൽ ജെൻഡർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ജെൻഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1ഉം 0 ആക്കാം. 1 ആണെങ്കിൽ മെയില്, 0 ആണെങ്കിൽ ഫീമെയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേരിയബിൾ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ ലെങ്ത് കറക്റ്റായിട്ട് വേണമെങ്കിൽ FEMALE 6ഉം പിന്നെ മെയില് 4 എണ്ണം. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം 10 കൊടുക്കാം, എന്നിട്ട് അപ്ലൈ കൊടുക്കും. അപ്പോൾ നമ്മൾ ജെൻഡർ എന്നൊരു കോളം നമ്മൾ എന്തിനകത്ത് ആഡ് ചെയ്തു, എംപ്ലോയി ടേബിളിനകത്ത് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളിപ്പം ഡീഫോൾട്ടായിട്ടുള്ള ഫോം നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, ആപ്ലിക്കേഷനകത്ത് വന്നു. So I'll just go to the application, create a page. Okay, ഒരു ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോം അല്ലെങ്കിൽ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ EMP അണ്ടർസ്കോർ ഇൻപുട്ട് എന്ന് പറഞ്ഞു, ഇൻപുട്ട് ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു, I will be selecting the employee table here. Okay, എംപ്ലോയി ടേബിൾ ആവും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഡൺ. നൗ ഐ എം ജസ്റ്റ് ക്ലിക്കിംഗ് ഓൺ ദ ക്രിയേറ്റ് ബട്ടൺ. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എംപ്ലോയി ടേബിൾ ബൗണ്ട് ചെയ്തിട്ട് ഒരു സിമ്പിൾ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. എംപ്ലോയി നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ക്രിയേറ്റ് എ പേജ് എന്ന്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഓക്കെ ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി ക്രിയേറ്റഡ്. ഞാൻ ഈ ഒബ്ജക്റ്റ് ബ്രൗസറിനകത്ത് ജെൻഡർ പുതിയ കോളം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓക്കെ, ഇനിയിപ്പോൾ ഓക്കെ ഓക്കെ ഒന്ന് ഞാൻ റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മുടെ എംപ്ലോയി ഇൻപുട്ട് ഫോം ക്രിയേറ്റ് ആയി. നമ്മളിപ്പോൾ റൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ യു വിൽ ഏബിൾ ടു സീ എംപ്ലോയി നെയിം, ജോബ്, MGR കണ്ടോ, ഹയർ ഡേറ്റ്, സാലറി, കമ്മീഷൻ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ജെൻഡർ. ഓക്കെ, ജെൻഡറിൽ ഡീഫോൾട്ട് ആയിട്ട് അത് എടുത്തിട്ടില്ല. എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ ജെൻഡർ കണ്ടോ, ജെൻഡർ ഇവിടെ ഏറ്റവും ലാസ്റ്റിലാണ് പോയിരിക്കുന്നത്. സോ ഐ ജസ്റ്റ് ഗോ ബാക്ക് ടു ദ ദിസ് തിങ്. ഈ ജെൻഡർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വലിച്ച് കറക്റ്റായിട്ട് എംപ്ലോയി നെയിമിന്റെ അവിടെ മേലിലുണ്ട്. ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെയും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെയും നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തു. ഞാൻ പിന്നെ എംപ്ലോയി നമ്പർ എങ്ങനെ ഡിസേബിൾ എന്നുള്ള ഹിഡൻ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നുള്ളത് കുറേ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു എനേബിൾ ടു ടെക്സ്റ്റ് ഫീൽഡ് ആക്കി. എന്നിട്ട് നമ്മൾ ഇവിടെ എംപ്ലോയി നമ്പറും കൊടുത്തു. ഓക്കെ, നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, എംപ്ലോയി നമ്പർ കൊടുത്തു.
So here what will happen is, in this gender, I wanted to fix ഒരു ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീമെയിൽ മെയിൽ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, അത് ടേബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു സ്റ്റാറ്റിക് വാല്യൂ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ്, സെലക്ട് ലിസ്റ്റ് തന്നെ എടുക്കാം. സെലക്ട് ലിസ്റ്റ് എടുത്ത ശേഷം ഇവിടെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, സ്റ്റാറ്റിക് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ മുമ്പേ എടുത്ത SQL ക്വറിയാണ്. SQL ക്വറി എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ള ഡി നെയിമും ഡിപ്പാർട്ട്മെന്റ് നമ്പറും കൂടെ എംപ്ലോയിയുടെ ഫോമിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് വാട്ട് വി ഹാവ് ഡൺ ഇറ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് റൈറ്റ് നൗ ഐ വാണ്ട് എ ഫീമെയിൽ ആൻഡ് മെയിൽ എ സ്റ്റാറ്റിക് വാല്യൂ. ഫീമെയിലും മെയിലും ഒരിക്കലും മാറത്തില്ല, ലോകത്ത് എവിടെ ചെന്നാലും ആണും പെണ്ണും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറ്റിക് വാല്യൂ കൊടുത്തു. സ്റ്റാറ്റിക് വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തൊട്ട് താഴെ ഒരു സ്റ്റാറ്റിക് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ഡിസ്പ്ലേ വാല്യൂ 1 and 2 പറഞ്ഞിട്ട്. അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ മുമ്പേ നിങ്ങൾക്ക് SQL എഴുതിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഡിസ്പ്ലേ വാല്യൂ ആണ്. അതാണ് എൻഡ് യൂസർ നമ്മൾ കാണുന്നത്, എന്താണെന്നുള്ളത് കാണുന്നത്. റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ജെൻഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഈവൻ ഡിഫൈൻ എസ് എ നമ്പർ. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ നമുക്ക് മെയിൽ എന്ന് കൊടുക്കാം. മെയിൽ കൊടുത്തിട്ട് ഇവിടെ വേണമെങ്കിൽ 1 എന്ന് കൊടുക്കാം, മെയിലിന് 1 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഫീമെയിൽ എന്ന് എൻ്റർ ചെയ്തിട്ട് റിട്ടേൺ വാല്യൂ 2 എന്നും കൊടുക്കാം. പക്ഷേ ഈ കേസിൽ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ യു കനോട്ട് ഗീവ് ഇറ്റ്, ബിക്കോസ് ഇൻ ദ ടേബിൾ എംപ്ലോയി ജെൻഡർ ഈസ് ഡിഫൈൻഡ് ആസ് എ വേരിയബിൾ ക്യാരക്ടർ. ഓക്കെ, ക്യാരക്ടറായിട്ട് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ന്യൂമറിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ന്യൂമറിക് വാല്യൂ കൊടുക്കാൻ കുഴപ്പമില്ല, പക്ഷെ നമ്പർ അല്ലാത്തതുകൊണ്ട് നമ്മൾ വി ആർ ഗോയിങ് ടു പുട്ട് മെയിൽ ഹിയർ ആൻഡ് ഹിയർ ഓൾസോ ഫീമെയിൽ. മനസ്സിലായല്ലോ? ഞാനപ്പം ഡിസ്പ്ലേ ചെയ്യുന്നത് മെയിൽ, റിട്ടേൺ ചെയ്യുന്ന ലേറ്റ്. അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ M എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ എന്ന് വെച്ചാൽ മെയിൽ ഡിസ്പ്ലേ ചെയ്യും, പക്ഷേ ബാക്ക് എൻഡിൽ ഫീൽഡിനകത്ത് പോകുന്നത് നമുക്ക് M ആയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോണം, ഡിസ്പ്ലേ വാല്യൂ ആൻഡ് റിട്ടേൺ വാല്യൂ. അപ്പൊ നമ്മളിവിടെ ക്ലോസ് ചെയ്തു, മെയിലും ഫീമെയിലും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തു, സേവ് ചെയ്തു. ഐ എം ഗോയിങ് ടു റൺ ദിസ് ഫോം. ഐ എം ഗോയിങ് ടു റൺ ഇറ്റ്. ഇൻപുട്ട് ഫോമിൽ നമ്മുടെ എംപ്ലോയി നമ്പർ വന്നു, ജെൻഡർ വന്നുണ്ട്, ജെൻഡർ വന്നു, ഫീമെയിൽ വന്നു, മെയിലും വന്നു. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എംപ്ലോയി നമ്പർ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം, 444. ഓക്കെ, അരുൺ. ഓക്കെ, ഇത് മെയിൽ ആൻഡ് ജോബ് വർക്കിംഗ് ആസ് എ മാനേജർ. ഓക്കെ, ഹൈ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കലണ്ടർ വന്നു, സാലറി ഈസ് ഓക്കെ, ഓക്കെ 10,000, കമ്മീഷൻ ഇസ് 0, ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഏതാണ്, IT. So now I'm just creating the input. Okay, റോ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മേളിലൊരു സംഭവം വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളത് റോ ക്രിയേറ്റഡ് ആയി പോയി, ക്ലോസ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് പോയിരുന്നു, ഇൻപുട്ട് ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഉള്ളി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ മാത്രമായിട്ടാണ് ഈ ഫോം യൂസ് ചെയ്യുന്നത്, ബൗണ്ടർ ലിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മളൊരു കാര്യം, നമുക്ക് ഐ റിപ്പോർട്ടിൽ പോയിട്ട് നമുക്ക് ആ അരുൺ എന്ന് പറഞ്ഞിട്ടോ, അരുൺ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇട്ട സാധനമാണ്. കണ്ടോ, മാനേജർ 1000 IT, പിന്നെ മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, ഇതിനകത്ത് മെയിൽ ഓർ ഫീമെയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ പുതിയതായി നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്തോ ഇല്ലായിരുന്നു, നമുക്ക് ഫീമെയിൽ ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് സപ്പോസ് ഈ റിപ്പോർട്ടിനകത്തും നമ്മുടെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ക്യാൻ കസ്റ്റമൈസ് ഓൾസോ. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു റീക്രിയേറ്റ് ദ റിപ്പോർട്ട് ആൻഡ് ഫോം. നമുക്ക് ആ റിപ്പോർട്ടിനകത്ത് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആ റിപ്പോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ എംപ്ലോയി ടേബിൾ എന്നുണ്ടോ, ഉണ്ടോ? ഇത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ സോറി, നിങ്ങൾക്ക് ഒരു കാര്യം, നമുക്ക് റിഫ്രഷ് ആകത്തില്ല. ഓക്കെ, റിഫ്രഷ് ആകാതെ വന്നാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് SQL ക്വറിയിൽ നിങ്ങൾക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്വറിക്കകത്ത് നിങ്ങൾക്ക് കോമ ഇട്ടിട്ട് ഇതിനകത്ത് ജെൻഡർ എന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, ജെൻഡർ റിഫ്രഷ് ആകത്തില്ല. അത് ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്താൽ വരുമോ? സാർ അതിൽ ഓൾറെഡി ജെൻഡർ ഇല്ല താഴെ. ഓക്കെ, സോറി ഞാൻ കണ്ടില്ല. ഓക്കെ, ഞാൻ കണ്ടില്ല. ഓക്കെ, ജെൻഡർ ഉണ്ട്, വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇവിടെ ജെൻഡർ കോമ ഇട്ടു, ഇവിടെയും കോമ ഇട്ടു. അത് താഴെയായിരുന്നു, അപ്പൊ അതിന്റെ ഓർഡർ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ കറക്റ്റായിട്ട് എഴുതി കൊടുത്താണ്. ഇവിടെ കോമ ഇട്ടു, എന്നിട്ട് ഞാൻ
ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ സേവ്. അപ്പോൾ നമ്മുടെ ഈ ഐ റിപ്പോർട്ടിനകത്ത് നമ്മുടെ ഇതിനകത്ത് റിപ്പോർട്ടിനകത്ത് കണ്ടോ ജെൻഡർ ഇവിടെ വന്നു. നമ്മളവിടെ കൊടുത്തേക്കുന്നത് പിന്നെ മൂവ് ചെയ്യണം, കാരണം SQL-നകത്ത് കൊടുക്കുന്ന ചില സമയത്ത് കറക്റ്റായിട്ട് ഓർഡർ വരത്തില്ല. അപ്പോൾ നമ്മളിവിടെ ജെൻഡർ ഫിറ്റ് ചെയ്തു. എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഹിഡൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ റണ്ണാക്കുന്നു. റണ്ണാക്കുമ്പോൾ ഇവിടെ ഈ ഇതിനകത്തും കണ്ടോ, ഇതിനകത്തും വന്നിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒളിഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യില്ല, എൻ്റർ ഇങ്ങോട്ട് പുഷ് ചെയ്തിടുക, മേലോട്ട് 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 ഇടുക, അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓക്കെ ഇതിനകത്ത് നമ്മൾ സോർട്ട് ചെയ്യാം. 44444 സോറി സാർ, ഒരു മിനിറ്റ്. അത് അപ്ലൈ കൊടുത്തിട്ട് അതൊന്ന് സേവ് ചെയ്യണേ. എവിടെ ആക്ഷൻസിൽ പോയിട്ട് സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ ജെൻഡർ വീണ്ടും ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വന്ന് കിടക്കും പിന്നീട്. ഒരു മിനിറ്റ്. ഓക്കെ, അത് ചെയ്യാം. പക്ഷേ ഓക്കെ, ഇവിടെ വന്നിട്ടല്ലേ, ഇവിടെ വന്നിട്ട് റിപ്പോർട്ടിൽ വന്നിട്ട് നമ്മൾ സേവ് റിപ്പോർട്ട് കൊടുക്കണം. സേവ് റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ ആസ് എ നെയിം റിപ്പോർട്ട് ഡിഫോൾട്ട് തന്നെ കൊടുത്താൽ മതി. ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ അരുണിനെ ഒന്ന് തപ്പുക. നമ്മളത് അരുൺ ഓക്കെ, അരുൺ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ കണ്ടോ അരുണിനെ കണ്ടോ, മെയിൽ എന്ന് പറഞ്ഞ് ഇവിടെ വന്നേക്കുന്നത്. ബാക്കിയുള്ള എംപ്ലോയീസിനൊന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജെൻഡർ ബാക്കിയുള്ള ആഡ് ചെയ്ത സമയത്ത് ഡേറ്റ അതിനകത്ത് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനകത്ത് പോയിട്ട് കോപ്പി ചെയ്ത് എല്ലാവർക്കും ജെൻഡർ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഇതിനകത്ത് ജെൻഡർ വന്നിട്ടില്ല, മനസ്സിലായല്ലോ. ഇതിനകത്ത് നിങ്ങൾ ജെൻഡർ ഫിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് അത് ആളെ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ജസ്റ്റ് ഒരു ഇൻപുട്ട് ഫോം എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം, സാധനം നേരെ പോയി ടേബിളിനകത്ത് പോകും. പക്ഷേ റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല. റിട്രീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ റിപ്പോർട്ട് വിത്ത് ഫോം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഫോമിനകത്ത് നമുക്ക് അത് പിടിപ്പിക്കണമെങ്കിൽ ഈ ഫോമിന്റെ പേജിൽ ഡിസൈനിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കണ്ടോ, ഇതിനകത്ത് ഇപ്പം എംപ്ലോയി ഫോം ആണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ SQL എടുക്കണോ? ഓക്കെ, SQL എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് ഇപ്പം ജെൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ജെൻഡർ എടുത്തിട്ട് മേലോട്ട് എടുത്ത് ട്രാക്ക് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻഡർ ബാക്ക് എൻഡിൽ പോകുന്നതും മെയിലും ഫീമെയിലും ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. പക്ഷേ ചില സമയത്ത് നിങ്ങൾ ബാക്ക് എൻഡിലോട്ട് വിടുന്നത് ആണെന്നുണ്ടെങ്കിൽ ജെൻഡറിൻ്റെ അവിടെ വന്നിട്ട് എന്തോ തെളിയും എന്ന് പറഞ്ഞാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സേവ് ചെയ്തു. ഇതൊക്കെ റിയൽ ടൈം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാധാരണ ക്ലാസ്സുകളിൽ ഇത് ഞാൻ പറഞ്ഞു തരാറില്ല. എന്ന് വെച്ചാൽ ഈ കുറെ ഫോം അങ്ങ് പഠിപ്പിച്ചു വിടത്തുള്ളൂ. ഞാനിപ്പോൾ റിയൽ ടൈമിൽ എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അറിയത്തില്ലെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോമിനകത്ത് ജെൻഡർ വന്നു. പക്ഷേ ജെൻഡറിനകത്ത് നമ്മൾ മെയിൽ എന്ന് എഴുതി കൊടുത്താൽ സംഭവം പോകും. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യം നമുക്ക് പറയാം. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഓബ്ജക്റ്റിനകത്ത് പോയിട്ട് നമ്മൾ ഈ ഡേറ്റയ്ക്കകത്ത് പോയിട്ട് നമ്മുടെ അരുൺ സാറിൻ്റെ അരുൺ എന്നുള്ളത് ഇപ്പം നമ്മൾ അരുണിനെ നമ്മൾ എടുത്തിട്ട് അത് ഈ മെയിൽ എന്നുള്ളത് മാറ്റി എന്ന് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എന്നാക്കാം. ഇതെന്താ ഞാൻ പറയുന്നത് വെച്ചാൽ കൊടുക്കും വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാക്കുക മെയിലാണ് സംഭവം, പക്ഷെ പോയി വീഴുന്നേക്കുന്നത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് ഓക്കെ, ഇവിടെ നമ്മൾ അരുൺ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്, മനസ്സിലായല്ലോ. ഇവിടെ ക്ലിക്ക് ചെയ്തു, കണ്ടോ ഇവിടെ ആണ്. പക്ഷെ ഈ ന് പകരം എനിക്ക് മെയിലായിട്ട് ഡിസ്പ്ലേ ചെയ്യും. കാണുമ്പോൾ മെയിലായിട്ട് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ആണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുമ്പേ ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഈ പേജിനകത്ത് പോയിട്ട് ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ഫോം എന്ന് പറയുന്ന ആ സാധനത്താണ്. ഓക്കെ, നമ്മളിപ്പോൾ ജെൻഡറിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ തൊട്ട് സൈഡിൽ വന്നു. എന്നിട്ട് ഞാനിവിടെ ലിസ്റ്റ് സെലക്ട് ലിസ്റ്റ് അടിച്ചു. തൊട്ട് താഴെ ചുമന്നൊരു കളർ റെഡ് ഉണ്ട്, അവിടെ നിൽക്കുക. എന്നിട്ട് ഇവിടെ വന്ന് സെലക്ട് ചെയ്യുക. സ്റ്റാറ്റിക് വാല്യൂ വന്നു. ഇനിയിപ്പോൾ ഡിസ്പ്ലേ വാല്യൂവിന് പകരം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ മെയിൽ എന്ന് കൊടുക്കുന്നു, ഇവിടെ എന്ന് കൊടുക്കുന്നു, ഇവിടെ ഫീമെയിൽ എന്ന് കൊടുക്കുന്നു, എന്നിട്ട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലായാലും മുമ്പേ ഞാൻ മെയിലും ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതി വെക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് സേവ് ചെയ്തു.
ഇനി ഞാൻ അടുത്ത തേർഡ് എന്നുള്ളത് പോയി ഐ റിപ്പോർട്ടിനെ സെലക്ട് ചെയ്തു, ലോഡായി. അതിനുശേഷം ഞാൻ റൺ അടിക്കുന്നു. ഈ അരുണിനെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ എം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, പക്ഷെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൽ എന്ന് പറഞ്ഞ് ഇവിടെ കാണും. എന്തിനാ ചോദിച്ചാൽ ആ എം എന്ന് പറയുന്ന വാല്യൂവിനെ ഡിസ്പ്ലേ വാല്യൂ ആക്കി അത് മാറ്റി. ഇതാണ് ഡിസ്പ്ലേ വാല്യൂ കൊടുക്കുന്നത് തന്നെ റിട്ടേൺ വാല്യൂ കൊടുക്കണമെന്ന് കാര്യമില്ല. മെയിലിന് പകരം 1 കൊടുത്താൽ ആ 1 ഇവിടെ ഡിസ്പ്ലേ ആകുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ വാല്യൂ എന്താ കൊടുത്തേക്കുന്നത് വെച്ചാൽ അതാണ് വരുന്നത്. അപ്പൊ നമ്മുടെ കേസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ തന്നെ നോക്ക്. ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ് എവിടെ ഉള്ളത്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലുള്ളത്. പക്ഷെ ഡിസ്പ്ലേ ആകുന്നത് ഡി നെയിം ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സെലക്ട് ഡി നെയിം കോമ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അവിടെ കൊടുത്തുകൊണ്ടാണ്. അതേസമയത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഫസ്റ്റ് കൊടുത്തിട്ട് ഡി നെയിം കൊടുത്തു കഴിഞ്ഞാൽ 10 ഡിസ്പ്ലേ ആവും, പക്ഷെ പോയി വീഴുന്നത് ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ എംപ്ലോയി ടേബിളിൽ അത് എറർ അടിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഡിഫൈൻ ആസ് എ നമ്പർ ഫീൽഡ്. അപ്പൊ എപ്പോഴും ഡേറ്റ ടൈപ്പും കൂടെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. യു ഹാവ് ടു ബി വെരി കെയർഫുൾ ദാറ്റ് if the data is numeric field, then the numeric should go as a return value. If the data is a variable character in both end, you don't worry, you can select a variable character and it will go as a variable character. Okay, so ഇതാണ് നമ്മളിപ്പോൾ ഈ 2-3 കമ്പോണന്റ് നമ്മളിപ്പം എന്ത് പഠിച്ചു, നമ്മൾ സെലക്ട് ലിസ്റ്റ് എന്താണെന്ന് പഠിച്ചു, പോപ്പപ്പ് എൽ ഒ വി എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റാറ്റിക് വാല്യൂ പോപ്പപ്പ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ സെലക്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എങ്ങനെയാണ് മറ്റുള്ള ടേബിളിനകത്തുനിന്ന് ലിസ്റ്റിലേക്ക് നമുക്ക് പോപ്പപ്പ് ചെയ്യുന്നതും പഠിച്ചു. ഈ പോപ്പപ്പ് എൽ ഒ വിയുടെ വ്യത്യാസവും ലിസ്റ്റിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാടി വന്നിട്ട് മേളിൽ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഈ 2 എണ്ണം EPEX കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു 10,000 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ 10,000 സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആ ലിസ്റ്റിനകത്ത് ഇങ്ങനെ താഴോട്ട് പോയി മേലോട്ട് താഴോട്ട് പോയിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അതേ സമയത്ത് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ എൻഡ് യൂസർ വിൽ ബി മോർ ഹാപ്പി because it's very user friendly, but they can just enter what department they want and they can select it and put it there. അതാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ we have to make sure that the end user should be fully satisfied with your application. How the end user will be happy, because you will be going to implement these type of components so that the search will be easy. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് പെട്ടെന്ന് അവർക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ ബിഹൈൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ ഡിപ്പാർട്ട്മെന്റ് നമ്പറിൽ ആ സെയിൽസ് വന്നത് ഒന്നും കൂടെ പറയാമോ? അതായത് ആ ശരിക്കും ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഇപ്പൊ 1020 എന്നുള്ളിടത്ത് ആ ഇത് സെലക്ട് ലിസ്റ്റ് ആയിട്ട് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളല്ലേ വന്നേക്കുന്നത്? അതെ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജോൺ, വാട്ട് ഈസ് യുവർ ക്വറി? ജോൺ, can you just unmute and ask me? Yeah. Actually, in object browser, Yeah. and the database, I just want to know how we can rearrange the table columns. Okay, rearranging is like, you can go here. Okay. Rearrange table. In table. No, table column, I don't think we cannot You rearrange cannot it. rearrange. Right. You have to drop it. Okay. Okay, I'll tell you. That's a good question. So because I'll tell you. Okay, so I'll tell you. The same Yeah. thing. Okay. For example, you want this gender to come after the e-name, right? Yeah. Okay. So what Yes, you do yes. is I will tell you what to do. Okay. Just copy this. Okay. I'll just go to the DDL command. Okay, DDL. Okay, so what I'll do is I'll copy this these things like, okay, I don't think so we can copy. Okay, I'll copy this with the DDL. Okay, I copy this. Okay, now I will go to the SQL command. Okay, so now I'll put here. Okay, these all columns. Okay, CNA, ename,
job, mgr, hire date, salary, commission, okay. So John, this is the last one which we have created, gender, okay. So I'm just cutting this. It is displaying right now in the position of last column, right? Correct. Now, what I'll do is I'll put here select employee number, comma, name. Okay. So right now, as per our wish, as per our requirement, we have put like this way. Okay. So the everything is in a order, right? This is order, right? Okay. What you do right now is very simple. You can go here, create, okay, table with the data I'm telling, emp. Okay, I'll put a test as select star from employee. So what will happen is it will create a data with the same order what is specified in the select statement. Okay. Now, if I go here in the SQL workshop object browser, if I go here in the employee table, okay, so there is a employee text is there, no, John? Okay, so now if you check the column, it will come exactly the same order what you want. Data will also be stay there, like the data also will not be have disturbed, and it is also coming in the same order what you want. It is same like a creating a table from another table with your selected fields, or maybe the whole field or rearrangement, everything can be done like this way. And you can drop the employee table or rename it, and the link, everything will be established. It will be as a live table with your sequence. What about the primary key and the auto increment number? Primary auto increment number, when you do it, by default, whatever constraints are coming, you see this now, constraints are all are, it's coming as it is. Okay. Sometimes if it is not done, then you have to drop and create, because sometimes what happens is this constraints name, but this is okay. Primary key is it automatically pick up the next number. But sometimes what happens, it throws an error. The constraint name should be, like a different name, maybe sometimes. Correct. Unique. Unique. That's only the thing you have to be take care. That's it. But John, that doesn't make. But John, that doesn't make big difference. Okay. The only thing is because the end user is not going to the object browser and see the data. For him, we are just modifying the select query and we are just providing it over there. Correct. No, actually, like if it's a use table, then we need to see all the columns organized in a way so that we can find it easily. Correct. I agree to that. But in that actually, scenario, I also done that while practicing. Browser. I dropped it and created again. No. But still in the But still in the live scenario, in the practical cases, right, you are not going to come to object browser to see the query. You will write the query over there. You will be selecting the whatever format, whatever you want. Because see, whenever you come to this particular place and you just open that object browser, there is a chance that you are going to edit that particular value without your knowledge, right? Varghese sir, can you just press on the data? Click on the data. Yeah. Now you just click on that king. Just simply okay. So in this scenario it is not possible. Why? Because it is giving a pop-up. Okay, but there are tools. If you go to SQL developer, you can just directly do it. So by mistake, if you click on that king and if you put one particular any value, that is A, B, C, whatever it is, because you are not knowing it, it is unknowingly you're doing it. What happens? Your data will get modified. Correct. So we never used to advise, or we never used to suggest do such manner. We will always ask to write the select query. This is only to protect the data, because data is very important. Correct. Yeah. Okay. I understood now. Yeah. Understood, no? Yeah. Okay. Thank you, Arun. Thank you. Okay. Now, slowly, I will explain you again one more time. Okay. So, for example, let's say like I'll go to the form type. I'm just creating a new for you, like create a page. And I'm creating a form. Okay. So here I'll put employee test2.
Okay, so now here I'll hook up the employee table. And then next. It's created. Okay, so now what will happen is maybe it will create a select list here. You see this one? The select list is coming here by default. It is picking up, like share components and mapping it here. Okay, so I'll just remove it. Let it be like normal text field. Okay, I remove everything, whatever is their default, and now running it. The form, you can see now there is nothing is there in the department. Okay, gender also nothing. So I'll go back again. Department number I'm selecting. I'm clicking on the text field and changing to select list. The select list, you please pull down. You can see there is a red mark, list of values. In this type, you can define what you want it. Right now, you are seeing default, it is share component. So I will explain next class. Okay, here you will be selecting SQL query. Here you have to write select dname, comma department number from department table. This is a query which you need to write it here. Okay, now save. So the error is gone. Now I'm running the form. You will be able to see the IT and here in this screen. At the same time, if you are not happy with this one, you don't need to change anything in the SQL. You can change a select list to pop LOV so that it will display as a search option. Okay. Leave. Okay. Now I'll go here. You can have a search option like sales. So there are two components which we have learned today. It's like a select list and a pop-up LOV. Okay. And at the same time, I will again try the same thing. Static value. I'm going to pull out the gender here. And I'm changing the text field to select list. But here I'm going to go down the red colored where the error is pop up. Here I will be selecting the static value. When you click on the static value, you can see display 1 and display 2 is defaultly displayed. Click that button and then you can put here male. Okay. Male, and here you put M or whatever is there one, female. F. So here you can press OK. Okay, now save this and run it. So here you are going to see the gender here, male, and then accounting. So this is the way you can do it like that. 1 minute, I just want to get one call now. Okay, Soli, you understood or no? Okay, sir. Any doubt? ഇല്ല കുഴപ്പമില്ല. Yep. Okay, so anybody in this list, in this, in the class, anybody has any doubts, or it's okay, right? I can proceed to the next one, or it's okay. I think today is enough for you today, but the same thing I will able to upload a video and then you will able to see it also. Okay. And I think Ruswan is the join today, no? Ruswan? Yes, sir. Ruswan, you understand, no? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട് സർ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അല്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടോ വീട്ടില്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
കുഴപ്പമില്ല സാർ, ചെയ്യണ്ട. ചെയ്യണേ, കാരണം ചെയ്യുന്ന പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, സോ ബിക്കോസ് ദർ ഇസ് അതല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത്രയും ഫ്രണ്ട് എൻഡിൽ ഇത്രയും CSS ഒക്കെ പഠിച്ചുകൊണ്ട് ഇതിനെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യാനായിട്ട് നല്ലതായിട്ട് പറ്റും. മനസ്സിലായോ? അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാനും CSS ഒക്കെ എഴുതാനൊക്കെ പറ്റും. മൊബൈൽ ആപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒക്കെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റും CSS ഒക്കെ അറിയാവുന്നതുകൊണ്ട്. Now they can go forward with template creation, no? Component template. Component template അല്ലേ? Okay. New feature in 23.1. Okay. So there are a lot of things are coming up. So that is the thing that please tune your mind to Oracle Apex and try to gain more experience. Okay. We are people like, we will give you a basic, maybe a little advanced, but rest everything is up to you, how you're going to perform. That's it. So hope that everybody understood. Anybody has a doubt? Rizwan, പറഞ്ഞോ. ഇല്ല സാർ, ഇല്ല സാർ. ഇല്ല. Okay. So anybody like Chanchai, like, there are, I don't remember the names. Jayesh, anyway, Apinan and Akile എങ്ങനെയുണ്ട്? സ്പീഡിൽ പോയോ അതോ മനസ്സിലാകുന്നുണ്ടോ? സാർ കുഴപ്പമില്ല സാറേ, പിന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താലാണ് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എന്താ, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ സാർ. പറ്റണം കേട്ടോ. പിന്നെ ഉഴപ്പിക്കളയല്ലേ. പഠിച്ച് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് പോവാ. ഓക്കെ. അല്ലെങ്കിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 4 മണിക്കൂർ ഇപ്പം ഡ്രൈവ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 hours ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത്. പെട്ടെന്ന് വന്നു, ഓഫീസിലുള്ള എല്ലാവരും ലീവായി. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ ഓഫീസിൽ ഇരിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ. അതുകൊണ്ട് യു ഹാവ് ടു ബി ലൈക്ക്, നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വേണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട. ഓക്കെ. എന്റെ സിസ്റ്ററിന്റെ മാരേജ് ആയിരുന്നു നെക്സ്റ്റ് വീക്ക്, അപ്പൊ അതിന്റെ കുറച്ച് തിരക്കാണ്. അത് കുഴപ്പമില്ല. സോറി. അതൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ്, നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നാൽ മതി, സമയം കിട്ടുമ്പോൾ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ എന്തായാലും അഡ്വാൻസ് വിഷസ്. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ, വി ആർ വൈൻഡിങ് അപ്പ്. ടുമോറോ ഐ വിൽ ലെറ്റ് മീ നോ. Sorry, I will inform you tomorrow if I'm a tight schedule, then we won't be having class. Day after will be postponed. But anyway, I'll keep you posted on the WhatsApp. Okay. If you have any doubt, Arun sir is always there 24/7. Please call him or maybe send him a message and try to gain experience. സാർ, ഒരു കാര്യം, മാസ്റ്റർ ഡീറ്റെയിൽ ഇപ്പോഴും സൈഡ് ബൈ സൈഡ് ശരിയാവുന്നില്ല. മറ്റേ ഡ്രിൽ ഡൗണും ഒക്കെയാണ്. ഫസ്റ്റത്തെ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? സൈഡ് ബൈ സൈഡ്. ഓക്കെ, ഒരു കാര്യം ചെയ്യുന്ന അരുൺ സാർ അവരുടെ ടീമിനോടൊന്ന് നോക്കാൻ പറയാം. ഓക്കെ, അരുൺ സാറെ അതൊന്ന് നോക്കണേ. ഡ്രിൽ ഡൗൺ എന്താ സൈഡ് ബൈ സൈഡോ? സൈഡ് ബൈ സൈഡ് ആണ് ഇപ്പോഴും കിട്ടാത്തത്. ലീവ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ലീവ് പേജിലേക്ക് പോകും. നമ്മൾ കൊടുത്ത സെക്കൻഡ് ഇത്